60,000 രണ്ടും 60 തന്നെയാണ്. രണ്ടിനും 260 വരുന്നത്. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാകും. ഡീസൽ വണ്ടി ഇറങ്ങാം. ഡീസൽ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം ചെറിയ ബഡ്ജറ്റുമാണ്. 1,500,000 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതും ഫുൾ ഓണില്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മള് ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ്. അപ്പൊ നമ്മൾ സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ പറ്റുന്ന അത്യാവശ്യം വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ളൊരു ഷോറൂമാണ് നമ്മൾ ബഷീർ ഖാന്റെ ബിസ്മി യൂസഫ് കാർസ്. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം 7 സീറ്ററുകളുടെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബഷീർ ഖാൻ നമ്മളെ കൂടെ. ബഷീർ ഖാൻ നമ്മളെ ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് തിരൂർ പരപ്പനങ്ങാടിൻ്റെ താന്നൂരിൻ്റെ നടുവില് ഓലപ്പീടിക. നമുക്ക് ഈ കാണുന്ന പൂരപ്പുഴ ഈ കാണുന്ന പാലാണ്. അതേപോലെ നമ്മളെ തീരദേശ ഹൈവേ ആണ്. ഇനി റെയിൽവേ വഴി വരുന്നവർക്ക് പരപ്പനങ്ങാടി അടുത്താണ്. അതേപോലെ തന്നെ നമുക്ക് തിരൂർ അടുത്ത് തന്നെയാണ് അല്ലേ? തിരൂർ അടുത്താണ്. വലിയ വലിയ വണ്ടികളൊക്കെ തിരൂർ നിർത്തും. ഓക്കെ, നമ്മുടെ ഷോപ്പൊക്കെ റിനോവേറ്റ് ചെയ്ത് പുതിയൊരു സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? പെരുന്നാളിന് ശേഷം പെരുന്നാളായിട്ട് നമുക്കൊരു ഓപ്പണിങ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് തന്നെ 7 സീറ്റർ തുടങ്ങാം. ഇന്നോവയ്ക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ടൈപ്പ് 4 വരുന്ന KL57 കൊടുവള്ളി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു ബഷീർ ഖാൻ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2007 ആണ് ഇത്. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? നമുക്ക് സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു ബഷീർ ഖാൻ വരുന്നത്? പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? 2005 മോഡലാണ്. ഇപ്പുറത്തുള്ള ഈ ചോപ്പാണ് 2007. രണ്ട് വണ്ടിക്കും നമുക്ക് ടാക്സ് 2030 വരെ ഉണ്ട്. രണ്ട് വണ്ടിക്കും പേപ്പർ 2027 തീരും. രണ്ട് വണ്ടിയും. അപ്പൊ ഇത് 2005 വണ്ടി അല്ലേ? 5 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. ഇതിന് നമുക്ക് എത്ര ബഷീർ ഖാൻ ചോദിക്കുന്നത്? 2,60,000 നല്ല പക്ക കണ്ടീഷനുള്ള വണ്ടി. 2,60,000 കൊടുക്കാം. ഈ വണ്ടി നമുക്ക് 2,60 തന്നെയാണ്. 2007 ആണ്. 2007 മോഡലാണ്. നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. മറ്റേ നമുക്ക് 2005 ആണ്. രണ്ടിന് നമുക്ക് 30 വരെ ടാക്സ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 60,000. 60,000. രണ്ടും 60 തന്നെയാണ് അല്ലേ? രണ്ടിനും 2,60 വരുന്നത്. അടുത്താണ് നമുക്കൊരു ഗ്രേ ഫിനിഷിങ് വാഹനമാണ്. KL46 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ലോക്കാണ്. നമുക്ക് LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ടൊക്കെ വന്ന വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു ബഷീർ ഖാൻ മോഡൽ? 2012. ഇത് സെക്കൻഡ് ഓണറാ. 170 ഓടിക്കണേ. റീപ്ലേസ് ഇല്ല. കേരള വണ്ടി തന്നെയാണ് അല്ലേ? അല്ല, നമ്പർ ആയതാണ് അല്ലേ? എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ളൂ. നമ്പർ ആയ വണ്ടിയാണ്. 2012 മോഡൽ വണ്ടി അല്ലേ? ബഷീർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് 2012 സെക്കൻഡ് ഓണർ. ഒന്നും റീപ്ലേസ് ഇല്ല. 175 ഓടിക്കണേ. 175 ഓടിക്കണം. നമുക്ക് 5 ലക്ഷം രൂപ അല്ലേ? 5 രൂപ. ലോണൊക്കെ ചെറുതായിട്ട് വേണ്ടെന്നവർക്ക് ചെയ്യാൻ പറ്റൂല? ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് 2 കിട്ടുന്ന 7 സീറ്ററുകളാണ്. ഷെവർലയുടെ ടവേര. ഒന്ന് ബ്ലാക്ക് ആണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല നീറ്റാണ്. അത്യാവശ്യം നമുക്ക് വലിയൊരു ഫാമിലിക്ക് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിലും ഒരു 17 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 18 കിട്ടും. എങ്ങനെയായിരുന്നു ബഷീർ ഖാൻ ഈ ഒരു? 170. ഇത് 2006 ആണ്. 2030 വരെ ടാക്സ് ഉണ്ട്. 27 റിന്യൂവൽ വരും. 27 റിന്യൂവൽ വരും അല്ലേ? 170 അല്ലേ? ഇനി അതിന്റെ ഒരു ഗോൾഡ് ഫിനിഷിംഗ് ആണ്. ഇത് 2006 ആണ്. ഇത് 30 വരെ ടാക്സ് ഉണ്ട്. ഇത് ഒരു 8 കൊല്ലമായിട്ട് ഒരു പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 160 കിട്ടിയാൽ കൊടുക്കും. 160 അല്ലേ? എത്ര? 160 അല്ലേ ബഷീർ ഖാന്? അപ്പൊ നിലവില് നമുക്ക് വർക്കൊന്നും ചെയ്യിക്കാനില്ല. ഒന്നുമില്ല. 160. ഇത് 7 സീറ്റർ എടുക്കാൻ കാരണം ഈ ടവേര സ്കൂൾ തുറക്കുള്ളൂ ഒരു മാസം കഴിഞ്ഞാല്. ഇഷ്ടമാതിരി സ്കൂൾ ട്രിപ്പിന് ആളുകൾക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ മൈലേജും കൊണ്ടുപോകാനും എല്ലാത്തിനും പറ്റും. അടുത്ത് നമുക്ക് ഒരു സ്വിഫ്റ്റ് അല്ലേ? നല്ലൊരു റെഡ് ഫിനിഷിംഗ് വാഹനം. ആകെ ഷിഫ്റ്റേ ഉള്ളൂ. 2013. ഒന്നാമത് വെച്ചാല് പിന്നെ ഷോപ്പ് കുറെ കൂടി. പക്ഷെ വണ്ടി കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ഇത് 4 ഓണർഷിപ്പ് ആയിക്കണേ. മെയിൻ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇതൊരു 330 കിട്ടിയാൽ കൊടുക്കാം. 330 അല്ലേ? നമുക്ക് ലോൺ മാറ്റി കൊടുക്കും. അല്ലെങ്കിൽ കുറച്ച് കൊടുക്കും. ഒറിജിനൽ ഗ്ലാസ് ആണ്. ലോൺ ഇത് 280 IDB ഉള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാകും. ഡീസൽ ഉണ്ടെങ്കിൽ
വണ്ടി ഇറങ്ങാം. ഡീസൽ വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ, നല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് അല്ലേ. അത് നമുക്കൊരു നല്ലൊരു 800 വരുന്നുണ്ട്. അത് നമുക്ക് KL55 ഇവിടെ തന്നെ ഇറങ്ങിയ വണ്ടിയാണ് അല്ലേ. 2008 മോഡല്, 2008 AC ഉള്ള ഓട്ടോ 800. അപ്പൊ നമ്പറൊക്കെ നോക്കി നിങ്ങള്, നല്ല നമ്പറാണ്. KL55 3377 ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇവിടെ തന്നെ ഇറങ്ങിയ വണ്ടിയാണ്, തിരൂർ സ്റ്റേഷനിൽ. നമുക്ക് 80 റുപ്യാണ് ചോദിക്കണത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 80 റുപ്യ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊക്കെ കുറക്കാം വന്ന് ഇഷ്ടപ്പെട്ട. ഓക്കെ, മാരുതി കിട്ടാനില്ല. 800 ഇപ്പൊ ചെറുവണ്ടിന്റെ ഒരു സീസൺ ആയിക്കണു അല്ലേ, അത്യാവശ്യം നമുക്ക് ഇത് ചെയ്യും. അത് നമ്മുടെ ഫോർഡ് ഫീസ്റ്റ് ആണ്, ഡീസൽ വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 പക്ഷെ 2016 വണ്ടി ഇറങ്ങിയിരിക്കണത്. 2031 വരെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് ഇപ്പൊ നിലവില്. അപ്പോ ഇതേമാതിരി 1 റുപ്യാണ് ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കാം. ഡീസൽ വണ്ടി അപ്പൊ അത്യാവശ്യം നമുക്കൊരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് 16 രജിസ്ട്രേഷൻ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 31 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ടാക്സും എല്ലാം ഉള്ള വണ്ടിയാണ് അല്ലെ. അടുത്തൊരു യൂണോ അല്ലെ, യുവ. ഓക്കെ, 2009 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. വെറും 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടി അല്ലത്, പെട്രോൾ ആണ് അല്ലെ. നല്ല ബോഡി വെയിറ്റ് മറ്റേ CNG കയറ്റാനൊക്കെ ഇഷ്ടംമാതിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ഇതേമാതിരി 1.25 ചോദിക്കണത്. 1.20 കൊടുക്കാം. 1.20 സിംഗിൾ ഓണർ വണ്ടിയാണ്. അതാണ് ഏറ്റവും വലിയ ഹൈ. 66,000 ഓടിയിട്ടുള്ളൂ. 66,000 നമുക്ക് ചോദിക്കണം 1.20 അല്ലേ. അടുത്ത നമുക്കൊരു വാഗ്നർ ആണ്, ഫസ്റ്റ് സെക്കൻഡ് ജനറേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 ആണ്. പുതിയ പേപ്പർ 5 വർഷം എടുത്തതാണ്. ഇത് നമ്മള് കുറച്ചായി എടുത്തത്. ഒരു 1.25 കൊടുക്കാം. 1.25 അല്ലേ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല നീറ്റാണ്. 1.4 30 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ കാര്യങ്ങളെല്ലാം തെറ്റായിട്ടുള്ള വണ്ടിയാണ്. അടുത്ത നമുക്ക് ഇനിയൊരു ഫസ്റ്റ് ജനറേഷൻ i20 ആണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ബഷീർ ഖാൻ? 2012 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ അന്നത്തെ ഏറ്റവും ടോപ്പ്, നിലവിൽ 3ാമത്തെ ഓണർ. ഓക്കെ, ഇതൊരു അത്യാവശ്യം ഒരു 18-20 മൈലേജ് ഒക്കെ കിട്ടും. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു 1.90 ചോദിക്കണത്. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ചെറുതായിട്ട് നമുക്ക് കുറക്കാം. മൈലേജ് 18-20 കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടി നല്ല ചോദിക്കുന്ന വണ്ടിയാണ്. അടുത്ത നമുക്കൊരു ഹുണ്ടായുടെ സാൻഡ്രോ ആണ്. ഇതെങ്ങനെയായിരുന്നു? 2029 മോഡല്. 2009 ആയിരിക്കും. 2009 മോഡല്. 29 പേപ്പർ കാര്യങ്ങളൊക്കെ 29 ലാസ്റ്റ് പേപ്പർ ഉണ്ട്. 90,000 റുപ്യ. സാൻഡ്രോ അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട്. മുമ്പ് നിങ്ങൾ വീഡിയോ ഇട്ടിനി. ആ സാൻഡ്രോ പോയി 2010. ഇത് 90 റുപ്യക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല വണ്ടി. 90,000 റുപ്യാണ് ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ കുറക്കും ചെയ്യാം. ഓക്കെ, അടുത്ത തവണ നമുക്ക് ഒരു റിഡ്സ് ആണ്. നല്ല അടിപൊളി കളറ്, ടൈപ്പ് ന്യൂ ഷേപ്പ് ഒക്കെയാണ് വരുന്നത്. 2010 പിന്നെ 5 വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി. ഓക്കെ, 30 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഡീസൽ VDI ആണ്. അത് പക്ഷെ നല്ല മൈലേജും കിട്ടും. പൊതുവെ നമുക്ക് കംപ്ലൈൻറ്റ്സ് കുറവുള്ള ഒരു ജനറേഷനാണ് റിഡ്സ്. അത് നമുക്ക് ഇതിന്റെ ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ 1.70 ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ. അടുത്ത് നമുക്കൊരു 7 സീറ്റർ ആണ്. വീണ്ടും ഒരു 7 സീറ്റർ ആണ്. റെഡി ഗോ പ്ലസ് ഇത് 2 ലക്ഷം റുപ്യ നെറ്റ് കിട്ടിയാൽ കൊടുക്കാം. ഇത് ചോദിച്ചത് 2.20 അപ്പൊ നമ്മള് ഈ ഷോറൂം നന്നാക്കുന്ന ഭാഗമായിട്ട് കുറെ സ്റ്റോക്കുള്ള വണ്ടികളൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഒരു 16-17 മൈലേജും കിട്ടുന്ന പെട്രോൾ 7 സീറ്റർ ആണ്. നമുക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും. 2 റുപ്യ കൊടുക്കാം. ഏകദേശം ഒരു 10-30 റുപ്യ വണ്ടി ഇറക്കും ചെയ്യാം. വണ്ടി ഇറക്കാം. അടുത്തൊരു ടാറ്റ ഇൻഡിക വിസ്ത. 2029 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 2009 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. വെറും 1.20 ഓടിയിട്ടുള്ളൂ. ഇത് നമ്മള് 99,000 റുപ്യാണ് ചോദിക്കണത്. 1 ലക്ഷം റുപ്യ എന്നാ പേര് മാറ്റി കൊടുക്കും. ഓക്കെ, നേരെ 1 ലക്ഷം റുപ്യ നമുക്ക് പേര് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചോദിക്കുന്നത് ഡീസലാണ്. ഏറ്റവും 4 ഡോറ്, വിൻഡോ, റിയർ വൈഫർ ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ ഓറല്ല. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ. അടുത്ത നമുക്കൊരു ന്യൂ ഫേസിലൊക്കെ വരുന്ന ഒരു വാഗ്നർ ആണ്. ഏറ്റവും ലാസ്റ്റ് തൊട്ട് മുമ്പുള്ള ജനറേഷൻ ആണ്. 14 LXi 15 രജിസ്ട്രേഷൻ. ഓക്കെ,
75 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇതൊരു പാർട്ടിന്റെ വണ്ടിയാണ്, നമ്മളെ വിൽക്കാൻ ഏൽപ്പിച്ചാണ്. 240 ആവശ്യപ്പെടുന്നത്. ഓക്കെ, 240 അല്ലേ? നമുക്കൊരു 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ട്രാക്കിന്റെ വണ്ടി ഇറക്കാം. അടുത്തൊരു റെഡിഗോ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 നമ്മളിവിടെ 170 180 ചോദിച്ചു. ഇപ്പൊ ഫൈനല് 1.5 ലക്ഷം റുപ്യ 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി കൊടുക്കാം. ഈ 1.5 സിംഗിൾ ഓണർഷിപ്പ് 1.5 റുപ്യ വില കുറച്ചതാ. ഓക്കെ, ആ വിലക്ക് നമുക്ക് ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓണ്. ഓക്കെ, അപ്പൊ ഏകദേശം ചെറിയ ബഡ്ജറ്റും ആണ്. 1.5 റുപ്യക്ക് 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതും ഫുൾ ഓണില്. ഫുൾ ഓൺ. അടുത്തൊരു ഓൾട്ടോ 800 ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 18 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് 220 കൊടുക്കാം. ഏകദേശം ഒരു 10 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു ഫോർഡ് പിന്നെ ന്യൂ ഫിഗോ അല്ലേ? ഫിഗോ ആസ്പയർ ന്യൂ ഷേപ്പ് ആണ്. വെറും സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്. 1.20 വരെ കമ്പനി സർവീസ് ആണ്. ഇപ്പൊ 1.30 അയക്കണേ. ഡീസലാണ്. ഇത് 2,70,000 റുപ്യ കൊടുക്കാം. ഫിഗോന്റെ ഡീസൽ വണ്ടി. അതായത് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഡീസൽ വണ്ടിയാണ്. നമ്മൾ ചോദിക്കണം 270 ലോൺ കിട്ടും. മാക്സിമം നമുക്ക് ലോണൊക്കെ ചെയ്യാം അല്ലേ? അടുത്ത് നമുക്കൊരു ഐട്ടൺ ആണ്. അതും ഇതിന്റെ ഏറ്റവും ഫുള്ളോട് നമുക്ക് റിയർ വൈപ്പർ അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. സൺറൂഫും വരുന്ന വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2010 പുതിയ പേപ്പർ 5 കൊല്ലം. അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ് ഉണ്ട്, അതും ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു? 1.80 ഇതൊരു പാർട്ടിന്റെ വണ്ടിയാണ്. ഞങ്ങളൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒരു ഉദ്ദേശിച്ച് വരുന്ന ഒരാളുടെ കുറച്ച് കൊടുക്കാം. ഓക്കെ. അടുത്ത് വീണ്ടും നമുക്ക് ഒരു പിന്നെ എ സ്റ്റാർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 പുതിയ പേപ്പർ 5 കൊല്ലം എടുത്തേക്കണം. ഓക്കെ, കേരള രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റാണ്. AC പോസ്റ്ററിങ് 4 ഡോർ പവറിന്റെ കമ്പനി VXI ആണ്. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? പക്ഷേ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഇവിടെ ഒരു റുപ്യ ചോദിച്ചിരുന്നത് ഒരു 95 റുപ്യക്ക് കൊടുക്കാം. ഓക്കെ, വേഗം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ബിസ്മിയിലായിരുന്നു. അപ്പോൾ ബിസ്മി അത്യാവശ്യം നമുക്ക് അപ്ഗ്രേഡ് ഒക്കെ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല വില കുറച്ചിട്ടാണ് വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ മഴക്കാലമൊക്കെ വേനൽമഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയാണ്. അപ്പോൾ കേരളത്തിലെ എവിടെയുള്ളവർക്കും സുഖസുന്ദരമായിട്ട് എത്തിച്ചേരാൻ ട്രെയിനൊക്കെ വരുന്നവർക്ക് പരപ്പനങ്ങാടി റെയിൽവേയിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 2-3 കിലോമീറ്ററിലേ ഉള്ളൂ. ബഷീർക്ക 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വീഡിയോയിൽ നമ്പർ കണ്ടിട്ടുണ്ടാവും. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. അസ്മി റിയാസ് ബഷീർക്ക സൈനിങ്.